അടുത്തതായിട്ട് ഞാനൊരു സർക്കിളിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തു. അതായത് ഈ സർക്കിളിന്റെ ഡയമീറ്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചപ്പം ഈ സർക്കിൾ രണ്ടായി അല്ലെ. അതായത് നമുക്ക് ഇവിടെ 2 സെമി സർക്കിൾസ് കിട്ടി. അപ്പൊ ഒരു വൃത്തത്തിനെ അതിന്റെ വ്യാസത്തിലൂടെ കട്ട് ചെയ്തപ്പം നമുക്ക് 2 അർദ്ധവൃത്തങ്ങൾ കിട്ടി അല്ലെ, 2 സെമി സർക്കിൾസ് കിട്ടി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ സെമി സർക്കിളിന്റെ ഇവിടെ കേന്ദ്രത്തിൽ അതായത് സെൻട്രലി വരുന്ന ആംഗിൾ എത്രയാണ്? ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലെ, 180 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു സർക്കിളിന്റെ ഈ ഒരു ആർക്ക് എടുത്താല്, അതായത് ഈ ഒരു ചാപം എടുത്താല് അതിന്റെ സെൻട്രൽ ആംഗിൾ, അതായത് ഈ ചാപത്തിന്റെ കേന്ദ്ര കോൺ എത്രന്ന് കിട്ടി? 180 കിട്ടി. അടുത്തതായിട്ട് ഇതേ ചാപത്തിന്റെ തന്നെ നോക്കിയേ, ഈ രണ്ടറ്റം കണ്ടല്ലോ, ഈ രണ്ടറ്റത്ത് നിന്നും ഈ ചാപത്തിൽ നമ്മൾ ഇനി വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി എന്താണ്? ഇപ്പുറത്തെ സൈഡ് അല്ലെ, അതായത് ഇതിന്റെ അടുത്ത പാർട്ടിൽ, അടുത്ത ചാപത്തില് ഒരു ആംഗിൾ മേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഞാൻ ഇവിടെ ആയിട്ടാണ് ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുവാണേ. അപ്പൊ എന്ത് ചെയ്യണം? ഈ രണ്ടറ്റത്ത് നിന്നും, അതായത് ഈ ചാപത്തിന്റെ രണ്ടറ്റത്ത് നിന്നും ആ ഒരു പോയിന്റിലോട്ട്, ആ ഒരു ബിന്ദുവിലോട്ട് നമ്മൾ വരയ്ക്കണം അല്ലെ. അടുത്ത ഈ അറ്റത്ത് നിന്നും വരയ്ക്കണം. ഇതാ വരച്ചു. വരയ്ക്കുമ്പം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോണ്, ഈ ഒരു ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും അല്ലെ. അപ്പൊ 180ന്റെ പകുതി എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതേപോലെ തന്നെ നോക്കിയേ, ഈ പോയിന്റിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കണം അല്ലെ. ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ഈ ആർക്കിന്റെ ഈ അറ്റത്ത് നിന്നും ഒരു ലൈൻ വരയ്ക്കണം. നോക്ക്, ഇവിടെ എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ ഈ ആർക്കിന്റെ, അതാണ്ട് ഈ ആർക്കിന്റെ ഈ ഒരു ചാപത്തിന്റെ ഈ രണ്ടറ്റം ഉണ്ടല്ലോ, ഈ രണ്ടറ്റത്ത് നിന്നും എത്ര ആംഗിൾസ് ഇവിടോട്ട് വരച്ചാലും അവിടെ എല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ഇതൊരു സെമി സർക്കിൾ ആണല്ലോ, അതാണ്ട് ഇത്രയും വരച്ചേക്കുന്ന ഒരു സെമി സർക്കിൾ ആണല്ലോ. സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ആയിരിക്കും, അതായത് 90 ഡിഗ്രി വരുന്നത്. അപ്പൊ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അർദ്ധവൃത്തത്തിലെ കോണുകൾ എപ്പോഴും മട്ടകോണായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ട് ഇവിടുത്തെ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ 180 അങ്ങനെ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇത് നോക്കി, ഇത് ഡയമീറ്റർ ആണ് അല്ലെ, സർക്കിളിന്റെ സെന്റർ ആണ്, ഇത് ഡയമീറ്റർ ആണ്. അപ്പൊ ഈ ഒരു ഇത്രയും പാർട്ട് സർക്കിളിന്റെ എന്തായിരിക്കും? സെമി സർക്കിൾ ആയിരിക്കും. അപ്പൊ ഈ സെമി സർക്കിളിൽ ഒരു ആംഗിൾ, എവിടെ ആംഗിൾ വന്നാലും, സെമി സർക്കിളിൽ എവിടെ ആംഗിൾ വന്നാലും അത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വരുന്ന ആംഗിളിന്റെ രണ്ടറ്റവും എങ്ങോട്ടായിരിക്കണം പാസ് ചെയ്യേണ്ടത്? ഡയമീറ്ററിന്റെ 2 വശത്തോട്ടുമായിരിക്കണം പാസ് ചെയ്യേണ്ടത് അല്ലെ. അതായത് ആ കോൺ വന്ന് പതിക്കുന്നത് എങ്ങോട്ടായിരിക്കണം? വ്യാസത്തിന്റെ രണ്ടറ്റത്തോട്ടായിരിക്കണം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന എന്താണ്? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അതായത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ്. നമ്മളോട് പറയുക 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി, ഈ 3 കോണളവുള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ എങ്ങനെ വരയ്ക്കും നമ്മള്? ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു ബേസ് വരയ്ക്കും അല്ലെ, അതായത് ഇഷ്ടമുള്ള ഒരു പാദം വരയ്ക്കും. വരച്ചല്ലോ. ഇവിടെ നമുക്ക് പാദത്തിന്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല, ഇഷ്ടമുള്ള അളവ് വരയ്ക്കാം. 5ഓ 10ഓ 15ഓ അല്ലെങ്കിൽ 2ഓ 3ഓ എത്ര വേണേലും വരയ്ക്കാം. നമ്മൾ ഇഷ്ടമുള്ളൊരു പാദം വരച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കോണളവുകൾ ഏതൊക്കെയാണ്? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി അല്ലെ. 3 ആംഗിൾസ് ആണ് തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പൊട്രാക്ടർ എടുക്കും. പൊട്രാക്ടർ എടുത്തിട്ട് അതിന്റെ ഈ ഒരു ലൈനിന്റെ ഒരറ്റം പൊട്രാക്ടറിന്റെ ഈ നടുക്ക് ഭാഗം വെക്കും. എന്നിട്ട് നോക്കണേ, ഇങ്ങോട്ടല്ലേ ലൈൻ കിടക്കുന്നത്? ലൈൻ നോക്കിയേ, വേണ്ടേ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് ലൈൻ കിടക്കുന്നത് അല്ലെ. അപ്പം ഇവിടുന്ന് 0 വരുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം. അപ്പൊ ആദ്യം ഇവിടെ 50 അല്ലേ വന്നേക്കുന്നത്, 50 അല്ലേ ആദ്യത്തെ ആംഗിൾ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് 50 തന്നെ എടുക്കാം. വേണ്ടേ, ഇവിടുന്ന് 0 വരുമ്പോ ഇവിടെ ആയിട്ടാണ് 50 ഡിഗ്രി വരുന്നത്. അപ്പൊ അതെടുത്തു. സ്കെയിലും പെൻസിലും എടുത്തിട്ട് അതങ്ങ് യോജിപ്പിക്കണം അല്ലെ. ഇതാ ഒരു ലൈൻ കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി ആയിരിക്കും അല്ലെ, 50 ഡിഗ്രി. ഇനി 2 ആംഗിൾ ഇവിടെ ഉണ്ട് അല്ലെ, 60ഉം 70ഉം. വേണ്ട, ഈ ഒരു അറ്റത്തോട്ട് വെക്കണം അല്ലെ. പൊട്രാക്ടർ ഈ ഒരു അറ്റത്തോട്ട് വെക്കണം. വെക്കുമ്പോ ലൈൻ എങ്ങോട്ടാണ് പോകുന്നത്? ലൈൻ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടുന്ന് 0 വരുന്ന രീതിയിൽ, ഇവിടുന്ന് 0 വരുന്നത് ഈ വെളിയിലാണ്. 0 വരുമ്പം എവിടെ കിട്ടേണ്ടത്? 60 ഡിഗ്രി ആണല്ലേ. അപ്പൊ 60 എന്നുള്ളിടത്ത് നമ്മൾ പോയിന്റ് ഇടണം. 60 എന്നുള്ള ഇവിടെ പോയിന്റ് ഇട്ടു. ഇനി എന്ത് ചെയ്യാ? ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ യോജിപ്പിക്കാം. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇനി നമുക്ക് ഇത് അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ വരയ്ക്കാൻ നമുക്ക് നേരത്തെ തൊട്ടേ, കൊച്ചു ക്ലാസ് തൊട്ടേ അറിയാം അല്ലെ. ഇവിടെ നമ്മൾ ഇങ്ങനെ വെറുതെ ട്രയാംഗിൾ വരയ്ക്കാനല്ല പഠിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ട്രയാംഗിളിന്റെ 3 മൂലകൾ കണ്ടല്ലോ, ഏതൊക്കെയാണ്?
1 2 3 3 കോർണേഴ്സ് അല്ലെ. ഈ 3 കോർണേഴ്സും സർക്കിളിൽ വരത്തക്ക രീതിയിൽ നമുക്ക് എന്ത് വരയ്ക്കണം? ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ ഏകദേശം എങ്ങനെ വരും നോക്കിയേ, വേണ്ടേ? ഈ 3 മൂലയും സർക്കിളിൽ വരണം അല്ലെ. അപ്പൊ ഇതുപോലെ നമുക്ക് പടം വരയ്ക്കാൻ പറ്റണം. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇത് സർക്കിൾ ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ആർക്കാണ്. ഈ ആർക്കിന് ഒരു സെൻട്രൽ ആംഗിൾ കാണുമല്ലോ. ആ സെൻട്രൽ ആംഗിൾ ഏതായിരിക്കും? നോക്കിയേ, ഈ ഒരു ആർക്കിന്റെ ഈ ഒരു അറ്റത്ത് നിന്നും സെന്ററിലോട്ട് ഒരു റേഡിയസ് വരയ്ക്കാം അല്ലെ. വരച്ചു, ഇത് സെന്റർ ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ നിന്നും ഈ അറ്റത്ത് നിന്നും അതേ സെന്ററിലോട്ട് നമുക്ക് വേറെ റേഡിയസ് വരയ്ക്കാം. അപ്പൊ ഇവിടെ കിട്ടുന്ന ആംഗിള് കണ്ടോ, ഇതാണ് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമില്ലയോ? എങ്ങനെയാണ്? ഈ ആർക്കിന്റെ ഇപ്പുറത്തെ വശത്തുള്ള ഇപ്പുറത്തെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്ന ഈ വലിയ ആർക്കാണ് അല്ലെ, വലിയ ചാപമാണ്. ആ ചാപത്തിൽ ഈ 2 അറ്റത്ത് നിന്നും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? വേണ്ട, ഇതാണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 120. അടുത്ത ആർക്ക് നോക്കാം നമുക്ക്. വേണ്ടേ, ഇതാണ് അടുത്ത ആർക്ക് അല്ലെ. ഇതിനും ഒരു സെൻട്രൽ ആംഗിൾ കാണുമല്ലോ. അത് ഏതായിരിക്കും? ആ ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് അല്ലെ. ഈ ആർക്കിന്റെ 2 എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നിതുമാണ്. അത് സെന്ററിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ, അതിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ ഇത് വരും അല്ലെ. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഇതാണ്. അത് എത്രയാണെന്ന് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡില്, അതായത് ഇതിന്റെ അപ്പുറത്തെ സൈഡ് പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ നോക്കുക. മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതേ ആർക്കിൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലെ. ഇതേ ആർക്കിൽ നിന്ന് തന്നെ അത് തുടങ്ങി അവിടെ ചെന്ന് മേക്ക് ചെയ്യണം. ആ ഒരു സൈഡിൽ ഇതിൽ എവിടെങ്കിലും ഒരു ബിന്ദുവിൽ ചെന്ന് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അങ്ങനത്തെ ആംഗിൾ ആണല്ലോ ഇത്. ഏതാ? 70 ഡിഗ്രി അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ 70 ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും ഇവിടുത്തെ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 140. ഇനി അടുത്തത് മൂന്നാമത്തെ ആർക്ക് ഇതാണല്ലേ. മൂന്നാമത്തെ ആർക്കിനും ഒരു സെൻട്രൽ ആംഗിൾ കാണും. അവിടെ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇനിയിപ്പോ പറയേണ്ട ആവശ്യമില്ല, ഇതിന്റെ ഇരട്ടി ആയിരിക്കും അല്ലെ. അതിന്റെ ഇരട്ടി എങ്ങനെയാ കിട്ടിയെന്ന് അറിയാലോ. എങ്ങനെയാണ്? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആർക്കിന്റെ തന്നെ 2 അറ്റത്ത് നിന്നും അതിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടാവും അല്ലെ. ആ ആംഗിളിന്റെ ഇരട്ടി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. അപ്പൊ ഇവിടെ നമുക്ക് 3 സെൻട്രൽ ആംഗിൾസും കിട്ടി. അപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഒരു ട്രയാംഗിൾ, ഒരു ത്രികോണം, ആ ത്രികോണത്തിന്റെ 3 മൂലകളും 3 കോർണറുകളും ഒരു സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഈ ട്രയാംഗിളിനകത്തിലെ ആംഗിൾ ഉണ്ടല്ലോ, 50, 60, 70, ആ ആംഗിളിന്റെ ഇരട്ടി എടുക്കണം. ഇരട്ടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഒരു 3 സെന്റിമീറ്റർ റേഡിയസിൽ, അതായത് 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു വൃത്തം വരയ്ക്കുക. അപ്പൊ ആദ്യം നമ്മൾ 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കാം. അതിനായിട്ട് സ്കെയിൽ എടുത്തിട്ട് ഒരു 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. 3 സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സർക്കിൾ വരയ്ക്കാം, ഒരു വൃത്തം വരയ്ക്കാം. വൃത്തം വരച്ചു. ഇവിടുത്തെ ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50ന്റെ ഇരട്ടിയായിട്ട് വരുന്ന ഈ ആംഗിൾ കണ്ടല്ലോ. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആയിരിക്കും. ആ സെൻട്രൽ ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഈ സെന്ററിൽ നിന്ന് ദാണ്ടെ ഈ സർക്കിളിലോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലെ. സർക്കിളിലോട്ട് വരയ്ക്കുന്ന ഈ ലൈനെ നമ്മൾ എന്താ പറയുന്നത്? റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ് അല്ലെ. അതേപോലെ ഇവിടെ നോക്കിയേ, നമ്മൾ സർക്കിളിലോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതും എന്താണ്? റേഡിയസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ആരമാണ്. അപ്പൊ 2 ആരങ്ങൾക്ക് ഇടയിലുള്ള ആംഗിൾ ആണ് ഈ 100. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഒരു ആരം വരയ്ക്കുക, അതായത് ആദ്യം ഒരു റേഡിയസ് നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് വരയ്ക്കാം. ഇപ്പൊ ഈ ഒരു ഷേപ്പിൽ തന്നെ പടം കിട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങോട്ടൊരു ആരം വരയ്ക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആരം വരയ്ക്കാം, നേരെ വരയ്ക്കാം, ഏത് സൈഡിലോട്ട് വേണമെങ്കിലും ആരം വരയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇങ്ങോട്ടൊരു റേഡിയസ് വരയ്ക്കാം. സർക്കിളിന്റെ സെന്റർ ഇതാണ്. ഒരു റേഡിയസ് വരച്ചു. ഇനി എന്താണ്? ആ റേഡിയസിൽ നിന്നും അടുത്ത റേഡിയസിലോട്ടുള്ള അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി ആണ് അല്ലെ. ഇങ്ങനല്ലേ വന്നേക്കുന്നത്. ഇതൊരു റേഡിയസ്, ഇതൊരു റേഡിയസ്. ഇതിന് നടുക്കുള്ള ആംഗിൾ എന്ന് വെച്ചാൽ 100 എന്നാണല്ലോ. അപ്പൊ ഇവിടെ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഈ ആംഗിൾ വരുന്ന അടുത്ത റേഡിയസ് വരയ്ക്കണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ് ആ റേഡിയസ് വരേണ്ടത് അല്ലെ. ഇവിടെ എത്ര ആംഗിൾ? 100 ഡിഗ്രി ആണല്ലേ. അപ്പൊ നമ്മളൊരു പ്രൊട്രാക്ടർ എടുത്തിട്ട് 100 ഡിഗ്രി മെഷർ ചെയ്യാം.
പ്രൊട്രാക്ടർ എടുത്ത് നമ്മൾ 100 ഡിഗ്രി മെഷർ ചെയ്യാൻ പോവാ. ഇങ്ങോട്ടാണല്ലോ ലൈന്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 0 വരുന്ന രീതിയിൽ അല്ലേ, ഇവിടുന്ന് 0 വന്ന് നോക്കിയേ, ഈ ഒരു ഭാഗത്താണ് 100 ഡിഗ്രി വരുന്നത്. കണ്ടല്ലോ. അപ്പൊ നമ്മുടെ പോയിന്റ് കിട്ടി, അതായത് 100 ഡിഗ്രി കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെന്ററുമായിട്ട് യോജിപ്പിക്കാം. പുറത്തുനിന്നേ വരെ ഇടണ്ട, ദാണ്ട് ഇവിടെ തൊട്ടങ്ങ് വരെ ഇട്ടാൽ മതി. ദാണ്ട് ഇവിടെ 100 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത റേഡിയസ് നോക്കിയേ, അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് 120 ആണല്ലേ, അതായത് ഇതാണ് അടുത്ത റേഡിയസ്. ഈ റേഡിയസ് നമുക്ക് കിട്ടി, ഇപ്പം ഇത് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ ഇങ്ങോട്ടുള്ള ഈ റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. ഈ റേഡിയസിന്റെയും ഈ റേഡിയസിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, 120 ആണല്ലേ. അപ്പൊ നമുക്ക് ഈ റേഡിയസിൽ നിന്നും ഇങ്ങോട്ട് 120 ഡിഗ്രി മെഷർ ചെയ്യാം. ഇങ്ങോട്ടാ ലൈൻ എടുത്തേക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ 0 വരുന്ന രീതിയിൽ 120 വരുന്ന ഇവിടെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ ലൈനും യോജിപ്പിക്കാം. അപ്പൊ ഇവിടെ കിട്ടിയ ആംഗിൾ എത്രയാണ്, 120 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത്ര ആംഗിൾ എത്രയായിരിക്കും, 140 ഡിഗ്രി ആയിരിക്കും. 140. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തത് എന്താ വേണ്ടത്, ഈ ഒരു ട്രയാങ്കിൾ ആണ് വേണ്ടത് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് അല്ല ആവശ്യം, ഇതിന്റെ എന്താണ്, ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആവശ്യം. അപ്പൊ ആ ഡബിൾ ആയിട്ട് എടുത്തിരിക്കുന്ന ആംഗിൾ ആണ് നമുക്ക് ആവശ്യം. അതാണ് ഈ കേന്ദ്രത്തിൽ വരുന്ന ആംഗിൾസ്, അതായത് കോണുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു റേഡിയസ്, നമുക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് ഒരു റേഡിയസ് വരയ്ക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു ആംഗിൾ, ഇപ്പൊ 100 ഡിഗ്രി തന്നെ എടുക്കണമെന്നില്ല, 120 ആയാലും 140 ആയാലും മതി. അപ്പൊ ആദ്യം ഒരു ആംഗിൾ എടുക്കുക, റേഡിയസ് വരയ്ക്കുക, റേഡിയസ് അല്ലെങ്കിൽ ആരം വരയ്ക്കുക. അതിനുശേഷം എന്താണ്, അടുത്ത ഒരു ആംഗിൾ എടുക്കുക, വീണ്ടും എന്താണ് മെഷർ ചെയ്തിട്ട് റേഡിയസ് വരയ്ക്കാം, ആരം വരയ്ക്കാം. അതിനുശേഷം മൂന്നാമത്തെ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, 2 ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ 3 റേഡിയസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ട്രയാങ്കിൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ 3 റേഡിയസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈ സർക്കിളിന്റെ 3 ബിന്ദുക്കളാണ് കിട്ടിയത് അല്ലെ, 3 പോയിന്റ്സ് ആണ് കിട്ടിയത്. സർക്കിളിൽ 3 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഈ 3 പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിക്കോളും, നമ്മുടെ ഈ ട്രയാങ്കിൾ കിട്ടിക്കോളും. അപ്പൊ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ആദ്യം ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം, ഇനി അടുത്തത് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം, അടുത്തത് ഇത് തമ്മിൽ. ഇതാ നമുക്ക് ട്രയാങ്കിൾ കിട്ടി അല്ലെ. അതായത് ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്, ട്രയാങ്കിളിന്റെ 3 മൂലകളും സർക്കിളിലെ 3 പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിളോട് എഴുതി വെക്കാം അല്ലെ. അപ്പൊ ഇവിടെ 140 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആംഗിൾ, 70 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടുത്തെ മൊത്തം ആംഗിൾ ആണ്, മൊത്തം ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 50 ആയിരിക്കും അല്ലെ, ഇതിന്റെ പകുതി ആയിരിക്കും. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും, അതായത് ഇതിന്റെ പകുതി ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 46-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്തില് ഒരു ക്ലോക്കിലെ 148 നോക്കിയേ, 148 കണ്ടല്ലോ എന്നീ സംഖ്യകൾ യോജിപ്പിച്ച ഒരു ത്രികോണം വരച്ചു. അതായത് ഈ 3 സംഖ്യകളും കൂടെ യോജിപ്പിച്ചൊരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. അതായത് ഈ ത്രികോണത്തിലെ ഓരോ ആംഗിൾസും എത്രയെന്ന് കണക്കാക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഈ ക്ലോക്കിൽ ഇനിയുണ്ടല്ലോ സംഖ്യകൾ, ആ സംഖ്യകളൊക്കെ യോജിപ്പിച്ചിട്ട് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്നും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലെ, അതായത് ഇവിടെ ഒരു കോൺ ഉണ്ട്. ഈ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആദ്യം നമുക്ക് ഈ 1-4 ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗം നോക്കിയേ, ഈ ഒരു ഭാഗം ഇതെന്ന് പറയുന്നത് എന്താണ്, സർക്കിളിന്റെ ആർക്കാണല്ലേ, ചാപമാണ്. അപ്പൊ ഇവിടെ സെന്റർ ആണ്. അപ്പൊ ഈ ആർക്കിൽ നിന്നും ഇങ്ങോട്ടേക്ക് 2 ലൈൻസ്, അതായത് 2 റേഡിയസ് വരച്ചാൽ എന്ത് കിട്ടും, ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ കിട്ടും അല്ലെ. ആ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ഇവിടുത്തെ ആംഗിൾ. എന്തുകൊണ്ടാണ്, ഈ ആർക്കിന്റെ ഇപ്പുറത്തെ ഭാഗത്തുള്ളൊരു പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. നമുക്ക് സെൻട്രൽ ആംഗിൾ നോക്കാം. ഇതാണല്ലേ, ഇതാണ് അവിടുത്തെ സെൻട്രൽ ആംഗിൾ. ഈ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ നോക്കിയേ, ഇവിടെ 1-നും 4-നും ഇടയ്ക്കാണ് അല്ലെ. അതായത് 1 മുതൽ 2 വരെ ഒരു ആംഗിൾ ഉണ്ട്, അതുപോലെ 2 മുതൽ 3 വരെ അടുത്ത ആംഗിൾ ഉണ്ട്, 3 മുതൽ 4 വരെ അടുത്ത ആംഗിൾ. ഇത് ഇത്രയും കൂടെ ചേരുമ്പോഴാണ് ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ എ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ BOC അല്ലെങ്കിൽ COB എത്രയാണെന്ന് കിട്ടിയാൽ മതി. ഇവിടെ 1 മുതൽ 2 വരെ, 2 മുതൽ 3 വരെ, 3 മുതൽ 4 വരെ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇവിടുത്തെ ആംഗിൾ. അതിനായിട്ട് നമുക്ക് ഈ 1 മുതൽ 2 വരെ അല്ലെങ്കിൽ ഏതെങ്കിലും 2 സംഖ്യകളുടെ നടുവിലുള്ള ആംഗിൾ എത്രയാണെന്ന് ആദ്യം നമുക്ക് അറിയണം. ആദ്യം നമ്മൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാം.
അപ്പൊ നോക്കിയേ, ഇവിടെ മൊത്തത്തിൽ അതായത് ഈ ഒരു പോയിന്റിന്റെ ചുറ്റും മൊത്തത്തിൽ എത്ര ആംഗിൾ ഉണ്ട്? ടോട്ടൽ 360 ആണ് അല്ലെ. അതായത് മൊത്തം കോൺ എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയെ എത്ര ഭാഗമായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് നോക്കുക. അതായത് ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അതിൽ തന്നെ നമുക്കറിയാം 12 സംഖ്യകളുണ്ട് അല്ലെ. അപ്പൊ ഈ 360നെ 12 ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഈ 360 എന്ന് പറയുന്ന ടോട്ടൽ ആംഗിളിനെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിയേ, 1 മുതൽ 2 വരെ നോക്കും. വേണ്ട, ഇതാണ് 1 മുതൽ 2 വരെ. ഇനി അടുത്ത 2 മുതൽ 3 വരെ കണ്ടോ, 3 മുതൽ 4 വരെ, 4 മുതൽ 5 വരെ കണ്ടോ. ഇവിടെ എല്ലാ ആംഗിൾസ് ആണ് അല്ലെ. അങ്ങനെ ഈ 360 എത്ര ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? 12 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ആംഗിള് 5 മിനിറ്റ് ആണ് അല്ലെ. 1 മുതൽ 2 വരെ എന്നുള്ളത് 5 മിനിറ്റ് ആണ്. നമുക്കറിയാലോ, സമയമൊക്കെ നോക്കാൻ അറിയാം അല്ലെ. 2 മുതൽ 3 വരെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും 5 മിനിറ്റ് ആണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 360, മൊത്തം 360നെ 12 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിലൊന്നാണ് 5 മിനിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 360 ആംഗിൾ എന്ന് വെച്ചാൽ ഈ മൊത്തം ആംഗിൾ ആണ്. അതിനെ 12 ഭാഗമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 12 ഭാഗമായിട്ട് കട്ട് ചെയ്യും. അതിൽ ഒരു ഭാഗമാണ് നമ്മുടെ 5 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 5 മിനിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ല 5 മിനിറ്റിന്റെ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം 360നെ 12 ആയിട്ട് കട്ട് ചെയ്താൽ മതി അല്ലെ. 360നെ 12 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 30 ഡിഗ്രി ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടുത്തെ 1 മുതൽ 2 വരെയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതുപോലെ 2 മുതൽ 3 വരെയുള്ള ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. 3 മുതൽ 4 വരെയുള്ള ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ 1 മുതൽ 4 വരെയുള്ള ആംഗിൾ എത്രയായിരിക്കും? 30 പ്ലസ് 30 പ്ലസ് 30, അല്ലെങ്കിൽ 30 ഇൻറ്റു 3. 30 ഇൻറ്റു 3 എത്രയാണ്? 90 ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഇത്രയും ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ പകുതി, 45 ഡിഗ്രി. അടുത്ത നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിക്കാം അല്ലെ. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞ ഈ ആർക്കിലെ ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ABC അല്ലാതെ അതിനപ്പുറത്തുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ AC എന്ന് പറഞ്ഞ ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. AC എന്ന് പറയുന്ന ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എവിടെ ആയിട്ട് വരും? ഇവിടെ ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇത് എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ഈ ബി എന്ന് പറയുന്ന ആംഗിൾ. അപ്പൊ ഇവിടെ എത്രയാ നോക്കിയേ, ഇതിനെ എത്ര ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. ഇവിടോട്ട് നോക്കാം. 8 മുതൽ 9 വരെ ഒരു പാർട്ട് അല്ലെ, അതായത് 30 ഡിഗ്രി. 9 തൊട്ട് 10 വരെ അടുത്ത 30, 10 തൊട്ട് 11 വരെ അടുത്ത 30, 11 തൊട്ട് 12 വരെ അടുത്ത 30, 12 തൊട്ട് 1 വരെ അടുത്ത 30. എത്ര 30 ഉണ്ട്? 1, 2, 3, 4, 5. 5 ഗുണം 30. 5 ഗുണം 30 എത്രയാണ്? 3 15 അല്ലെ. 15, 150 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ മൊത്തം ആംഗിൾ എത്രയാണ്? 150 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 150ന്റെ പകുതിയാണ് അല്ലെ. 150ന്റെ പകുതി എന്ന് പറയുന്നത് 75 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 75 ഡിഗ്രി. ഇനി മൂന്നാമത്തെ സിയിലെ ആംഗിൾ എത്രയാന്ന് നോക്കാം. സിയിലെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന നോക്കി ഈ ഒരു സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതിയായിരിക്കും സി. അപ്പൊ ഇവിടെ നോക്കിയേ, 1, 2, 3, 4. 4 ഗുണം 30 ആണ് അല്ലെ. 4 ഗുണം 30, 4 3 12, 120. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അതിന്റെ പകുതി എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ നമ്മുടെ ഈ ട്രയാങ്കിളിലെ മൊത്തം കോണുകൾ ഏതൊക്കെയാണ്? 60 ഡിഗ്രി, 45 ഡിഗ്രി, 75 ഡിഗ്രി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോട്ട് എങ്ങനെ എഴുതാം? ദ ആംഗിൾ ബിറ്റ്വീൻ 2 അഡ്ജസന്റ് നമ്പേഴ്സ് ഇൻ എ ക്ലോക്ക് അല്ലെ. അതായത് ക്ലോക്കിലെ അടുത്തടുത്ത 2 സംഖ്യകൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയാണ്? 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആ 30 ഡിഗ്രി എങ്ങനെയാണ് കിട്ടിയത്? മൊത്തം 360 ഡിവൈഡ് ബൈ എത്ര ഭാഗമായിട്ട് ആ ക്ലോക്കിനെ ഡിവൈഡ് ചെയ്തെന്ന് നോക്കണം. എത്ര ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു? 12 ഭാഗമായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ആംഗിൾ AOB. നിങ്ങൾ പടം നോക്കണം. ആംഗിൾ AOB എന്ന് പറയുന്നത് 4 ഗുണം 30 ആണ് അല്ലെ. 4 ഗുണം 30, 4 ഡിവിഷനായിട്ടാണ് ഈ 30 ഡിഗ്രിയെ ആംഗിൾ AOBയിൽ കട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 120. അത് സെൻട്രൽ ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ ACB എന്ന് പറയുന്നത് 120ന്റെ പകുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 120/2 എന്ന് കൊടുക്കാം. ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അതിന്റെ ഒരെണ്ണത്തിന്റെ കാരണം മാത്രം എഴുതിയിട്ടുണ്ട്. ആംഗിൾ ഓൺ ദ സർക്കിൾ എന്ന് പറയുന്നത് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ COB കണ്ടുപിടിക്കാം. 90 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ CAB എത്രയായിരിക്കും? 90യുടെ പകുതി 45. ആംഗിൾ AOC അറിയാം, 150. അതിന്റെ പകുതിയായിരിക്കും ആംഗിൾ ABC. Therefore നമുക്ക് എന്തെഴുതാം? ത്രികോണം ABCയിലെ കോണുകൾ ഏതൊക്കെയാണ്? 45 ഡിഗ്രി, 60 ഡിഗ്രി, 75 ഡിഗ്രി. നിങ്ങൾ പടവും കൂടെ നോക്കി വേണം ഈ നോട്ട് എഴുതാനും. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ഈ ഒരു ക്ലോക്കിൽ എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ വരയ്ക്കാം എന്നല്ലേ. ഞാനിപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇത് വരച്ചേക്കുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? സമഭുജ ത്രികോണം എന്നാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ആംഗിളും, അതായത് 3 ആംഗിളും എത്ര വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും അല്ലെ, 60 ഡിഗ്രി വീതമായിരിക്കും. അതുപോലെ തന്നെ 3 സൈഡും 3 വശങ്ങളും തുല്യമായിരിക്കും. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലെ. ആ 180നെ തുല്യമായിട്ടായിരിക്കും ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏത് കേസിലാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ, അതായത് സമഭുജ ത്രികോണത്തിന്റെ കേസിൽ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് 60 ഡിഗ്രി വരണമെങ്കിൽ ഇതാണല്ലോ സെന്റർ. ഈ ആംഗിൾ, അതായത് ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? ഇവിടെ 60 വരണമെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം? 120 ആയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ ഇവിടെ 60 വരണമെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കണം? 120 ആയിരിക്കണം. അതുപോലെ ഇവിടെ 60 ആവണമെങ്കിൽ എന്തായിരിക്കണം? ഇവിടെ 120 ഡിഗ്രി ആയിരിക്കണം അല്ലെ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ 120 ഡിഗ്രി വരണമെങ്കിൽ, അതായത് ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് അല്ലെ. അതായത് 30 ഗുണം 4 ആണ് 120. അപ്പൊ ഈ 120നെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ത്രികോണത്തിന്റെ ഒരു പോയിന്റ് 12ലാണെന്ന് വെച്ചോ. 12ലായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അടുത്ത പോയിന്റ് എവിടെ ആയിരിക്കും നോക്കാം? 4 ഡിവിഷൻ വരും അല്ലെ. 4 × 30 ആണ് 120. അപ്പൊ ഇവിടെ നോക്കിയേ, 1 2 3 4 കണ്ടോ, 4 വരണം അടുത്ത പോയിന്റ്. അപ്പൊ 12ലായിരിക്കണം ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് എവിടെ വരണം? 4 വരണം. എന്നാലേ ഇവിടെ എന്ത് കിട്ടത്തുള്ളൂ? 120 ഡിഗ്രി കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്തത് 4 വന്നു കഴിഞ്ഞാൽ പിന്നുള്ള മൂന്നാമത്തെ പോയിന്റ് എവിടാന്ന് നോക്കാം. വീണ്ടും എന്താണ്? ഇവിടെയും 120 ഡിഗ്രി തന്നെയാണല്ലേ. അപ്പൊ വീണ്ടും ഇത്രയും ഭാഗത്തിനെ 4ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? 4ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 4 × 30 എന്ന് പറയുന്നത്, ഒരു ഡിവിഷൻ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 4 ഡിവിഷനും കൂടെ ചേരുമ്പോൾ 30 × 4 എന്ന് പറയുന്നത് 120 വരത്തുള്ളൂ. അപ്പൊ 4ലാണെങ്കിൽ 1 2 3 4, അടുത്ത എവിടെ വരണം? 8 വരണം അല്ലെ. അപ്പൊ 12ലും 8ലും 4ലും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. കാരണം എന്താണ്? 12ലും ഇവിടെ 12 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 8 ആണ്. എങ്കിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഈ 12നും 4നും ഇടയ്ക്ക് എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്? 120 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിലാണ് അതിന്റെ പകുതി ഇവിടെ 60 ഡിഗ്രി വരത്തുള്ളൂ. അടുത്ത 4ന്റെയും 8ന്റെയും ഇടയ്ക്കുള്ള ഈ കേന്ദ്രകോൺ എത്രയാണ്? 120 ആണ്. 120 വന്നാൽ മാത്രമേ ഇവിടെ എത്ര വരത്തുള്ളൂ? 60 ഡിഗ്രി വരത്തുള്ളൂ. അടുത്തത് 8നും 12നും ഇടയ്ക്കുള്ള കേന്ദ്രകോൺ എത്രയാണ്? അവിടെ 120 ആണ്. ഇവിടെ 120 വന്നാൽ മാത്രമേ ഇവിടെ 60 ഡിഗ്രി വരത്തുള്ളൂ. അപ്പൊ ഈ 3 പോയിന്റിലും 60 ഡിഗ്രി വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 12ഉം 4ഉം 8ഉം. അടുത്ത ഇനി നമുക്ക് 1 നോക്കാം. 1 പോയിന്റ് എടുക്കാം. 1 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 ഡിവിഷൻ കഴിയണം അല്ലെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 12ഉം 4ഉം 8ഉം ആണ്. അടുത്ത് നമ്മൾ 1 എടുത്തു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എവിടെ വരും? 1 2 3 4 അല്ലെ. 4 ഡിവിഷൻ വരണമെങ്കിൽ ഏതിൽ വരണം? 5 വരണം. അടുത്തതോ 1 2 3 4 എവിടെ വരണം? 9 വരണം. അപ്പൊ അടുത്തൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് എടുക്കണം? 1ലും 5ലും 9ലും. ഇനി 2 എടുത്താല് 1 2 3 4 6 അല്ലെ. നമുക്കിനി കൗണ്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 6 ആണ് അടുത്തത്. അടുത്ത എന്താണ്? 9 ആണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? 6 4 10 അല്ലെ. ആണല്ലോ. ഇനി 3 എടുത്താൽ എവിടെ വരും? 7 വരും അല്ലെ. 3 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുവാണ് 3. അങ്ങനെയാണെങ്കിൽ 6ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 7 വരണം. 10ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 11 വരണം. അപ്പൊ 3ലും 7ലും 11ലും വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്തൊരു സമഭുജ ത്രികോണം കിട്ടും അല്ലെ. ഇനി അടുത്ത 4 ആണല്ലേ. 4 എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? 4 8 12, അതായത് 3ന്റെ കൂടെ 1 കൂട്ടി, 7ന്റെ കൂടെ 1 കൂട്ടി, 11ന്റെ കൂടെ 1 കൂട്ടി. ഇത് തന്നെ അല്ലയോ ഈ ആദ്യം എടുത്തത്? 12ഉം 4ഉം 8ഉം, 4ഉം 8ഉം 12ഉം, ഇത് രണ്ടും സെയിം അല്ലയോ? അപ്പൊ നമുക്ക് ഇവിടെ രണ്ടും കൂടെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പൊ ഇനി നമ്മൾ ഏതെടുത്താലും റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 4 നമുക്ക് എടുക്കാം. ഈ 4 ആയിരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ മേക്ക് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക്. അതായത് ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് നമുക്ക് 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റേഴ്സ്. അതായത് പരിവൃത്ത ആരം 3.5 സെന്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞത്.
എന്താണ് ഇപ്പൊ സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റിന് ചെയ്തായിരുന്നു ഒരു സർക്കിളിനകത്ത് വരുന്ന ട്രയാങ്കിൾ അല്ലേ. അതായത് ആ ട്രയാങ്കിളിന്റെ 3 മൂലകളും എവിടെ തന്നെ ആയിരിക്കും, സർക്കിളിൽ തന്നെയുള്ള ഓരോ പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു പിക്ചറിനെ, അതായത് ഒരു സർക്കിളും സർക്കിളിനകത്ത് എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. ആ ട്രയാങ്കിളിന്റെ 3 മൂലകളും 3 കോർണേഴ്സും എവിടെയാണ് വന്നിരിക്കുന്നത്, സർക്കിളിലെ 3 പോയിന്റ്സ് ആണ് അല്ലെ. അങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു പിക്ചറിനെയാണ് നമ്മൾ സർക്കം സർക്കിൾ അല്ലെങ്കിൽ മലയാളത്തിൽ പരിവൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സർക്കിളിനകത്ത് വരുന്ന ഈ റേഡിയസിനെയാണ്, ഇങ്ങോട്ടും വരയ്ക്കാം ഇങ്ങോട്ടും വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം അല്ലയോ. ആ റേഡിയസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സർക്കം റേഡിയസ് അല്ലെങ്കിൽ പരിവൃത്ത ആരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പരിവൃത്ത ആരം തന്നിട്ടുണ്ട് 3.5 സെന്റിമീറ്റർ. അങ്ങനെയുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതുപോലെ ഇതിനകത്ത് വരുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ആയിരിക്കണം. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലേ. അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം. ആദ്യം എന്താണ്, ആദ്യം സർക്കിൾ വരയ്ക്കാമല്ലോ. സർക്കിൾ വരയ്ക്കാനുള്ള ആ സർക്കം റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 3.5 സെന്റിമീറ്റർ. ഒരു കോമ്പസും പെൻസിലും എടുക്കാം. അതിനുശേഷം 3.5 സെന്റിമീറ്റർ അളന്നെടുക്കാം. 3.5 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് 3.5 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു സർക്കിൾ വരയ്ക്കാം അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്, 3.5 സെന്റിമീറ്റർ ആണ്. ആരം 3.5 സെന്റിമീറ്റർ ആണ്. ഇത് സെന്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്ത് വരയ്ക്കണം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. നോക്കിയേ, ഇതാണ് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്കിൽ അതിന്റെ ഇവിടുത്തെ ഓരോ ആംഗിളും എത്രയായിരിക്കും, 60 ഡിഗ്രി വീതമായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ഈ 3 മൂലകളും ഈ സർക്കിളിൽ തന്നെ വരണം അല്ലെ. അതുപോലെ തന്നെ ഓരോ മൂലയിലെയും ആംഗിൾ എത്ര വരണം, 60 ഡിഗ്രിയും വരണം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം. നോക്കിയേ, ഈ 60 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റേഡിയസ് കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും, ഈ 60ന്റെ ഡബിൾ ആയിരിക്കും അല്ലെ. അതായത് 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ 60 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ, അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, അവിടെയും 120 ആയിരിക്കും. ഇനി അടുത്ത എന്താണ്, മൂന്നാമതൊരു ആംഗിളോട് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇതാണ്. ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്ന, അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. അപ്പൊ നമുക്ക് ആദ്യം ഒരു റേഡിയസ് വരയ്ക്കാം അല്ലെ. നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ആദ്യം ഒരു റേഡിയസ് വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് വരയ്ക്കാം. അപ്പൊ ആദ്യം 3.5 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈഡിലോട്ട് റേഡിയസ് വരയ്ക്കാം. ഞാൻ ഇങ്ങോട്ടാണ് ഒരു റേഡിയസ് വരച്ചത്. ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു റേഡിയസ് നമ്മൾ വരച്ചല്ലേ. അടുത്ത റേഡിയസ് വരയ്ക്കുമ്പോൾ അതിനുള്ളിലുള്ള ആംഗിളും കൂടെ നമ്മൾ അറിയണം അല്ലെ. എത്രയാണ്, 120 ഡിഗ്രി ആണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ഈ റേഡിയസിന്റെ സെന്ററിൽ പ്രൊട്രാക്ടർ കൊണ്ടുവച്ചിട്ട്, ഇങ്ങോട്ടാണല്ലോ ലൈൻ വരുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് 0 വരത്തക്ക രീതിയിൽ 120 താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പൊ നമുക്ക് അത് ജോയിൻ ചെയ്യാം. താണ്ടേ, അപ്പൊ ഇതിനുള്ളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും അല്ലെ. അടുത്ത എന്താണ്, മൂന്നാമത്തെ റേഡിയസ്. 3 റേഡിയസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ട്രയാങ്കിൾ ആവത്തുള്ളൂ. അപ്പൊ മൂന്നാമത്തെ റേഡിയസ് നോക്കാം. മൂന്നാമത്തെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും 120 ഡിഗ്രി ഇപ്പുറത്തോട്ട് വരണം അല്ലെ. അപ്പൊ നോക്കിയേ, നമുക്ക് ഇങ്ങോട്ടാണ് ലൈൻ വരുന്നത്. അപ്പം 120 അവിടെ വരുന്നത് നോക്കിയാണ്ട് ഇവിടുന്ന് 0 വരുന്ന രീതിയിൽ 120 ഇതാണല്ലേ. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പൊ ആ ലൈന് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് 3 റേഡിയസും കിട്ടി. അതുപോലെ തന്നെ സർക്കിളിൽ 3 പോയിന്റ്സും കിട്ടി അല്ലേ. ഒരു പോയിന്റ് ഇതാണ്, ഇത് അടുത്ത പോയിന്റ്, ഇത് മൂന്നാമത്തെ പോയിന്റ്. ഈ 3 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അപ്പൊ ഇതിന് നടുവിലുള്ള ആംഗിളൂടെ നമുക്ക് നോക്കാം. ഇവിടെ എന്തായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇവിടെയും എത്രയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഇനി 3 പോയിന്റ്സ് കൂടെ നമുക്കങ്ങ് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇവിടെ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഇതിന്റെ പകുതി ആയിരിക്കും, ഇതിന്റെ പകുതി ഇവിടെ, ഇതിന്റെ പകുതി ഇവിടെ.